ഹായ്, ഞാൻ മനീഷ് മദനൻ. എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ സ്ത്രീയും പുരുഷനുമൊക്കെ ഒരേപോലെ പണിയെടുത്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാനൊക്കെ കേട്ടിട്ടുണ്ട് പറഞ്ഞ്. കാര്യം പാടത്തും പറമ്പത്തുമൊക്കെ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമില്ല, രണ്ടുപേരും ജോലിയെടുത്ത് ജീവിച്ചവരാ. എന്നാൽ പിന്നീട് കാലങ്ങൾ ഇങ്ങോട്ട് മാറും തോറും ആണുങ്ങൾ മാത്രം ജോലിക്ക് പോയി സ്ത്രീകൾ വീട്ടിലിരുന്ന് മക്കളെ നോക്കിയിരിക്കുന്ന ഒരു കാലത്തോട്ട് മാറിയിരുന്നു. എന്നാലും പിന്നീട് കാലങ്ങൾ മാറി ഇപ്പോഴത്തെ കാലഘട്ടമായപ്പം ആണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ വളരെ മടിയാവുകയും, എന്നാൽ വീട്ടിലെ പ്രാരാബ്ദം കാരണം, അന്നം മുട്ടുന്നത് കാരണം സ്ത്രീകൾ ജോലിക്കിറങ്ങാൻ ചെറിയ തുച്ഛമായ ശമ്പളത്തിലാണേലും ചെറിയ സാലറിയിലാണേലും ജോലിക്ക് പോകാൻ താല്പര്യം കാണിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട് ഇപ്പം. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അതും പറഞ്ഞുകൊണ്ടാരും വരണ്ട, എല്ലാവരുടെയും കാര്യമല്ല. എന്നാലും ചുരുക്കം കുറച്ച് വീടുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകൾ പണിക്ക് പോയി ആ കിട്ടുന്ന വരുമാനം കൊണ്ട് വീട് കഴിഞ്ഞു പോയി മക്കളുടെ ഫീസായാലും മറ്റു കാര്യങ്ങളായാലും വീട്ടിലെ ചിലവെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ നിന്ന് തട്ടിമുട്ടിയും ജോലി ചെയ്ത് കാര്യങ്ങൾ നടത്തുന്ന സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാരിപ്പോൾ മിക്ക ഭർത്താക്കന്മാരും പണിക്ക് പോകാതെ, പണി ഉണ്ടായിട്ടും പണിക്ക് പോകാതെ വീട്ടിൽ കയറിയിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഈ ഭാര്യ കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഭർത്താവും എന്നിട്ടും വഴക്കാണ്. നീ എന്തിനാ ജോലിക്ക് പോകുന്നത്, പോകണ്ടെന്ന് പറഞ്ഞ് വഴക്കും. പിന്നെ ആ വീട്ടിലെ അന്നം എങ്ങനെ നടക്കും, വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, ഇതൊന്നും അറിയണ്ട. ഇപ്പോൾ വരുന്ന മിക്ക ആണുങ്ങളുടെയും മിക്ക വീടുകളിൽ നടക്കുന്ന പ്രശ്നം ഇതാണ്. ആണുങ്ങൾക്ക് ഇതൊന്നും അറിയണ്ട. സ്ത്രീകൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി ഉള്ള വരുമാനം, കിട്ടുന്ന വരുമാനം വീട്ടിൽ ചിലവാക്കി കാര്യങ്ങൾ നടത്തിയാലും അതൊന്നും ഇവർക്ക് ദഹിക്കില്ല. കാരണം സ്ത്രീയല്ലേ ജോലിക്ക് പോകുന്നത് എന്നുള്ളൊരിത്. ഒരു കാര്യം എല്ലാവർക്കും അറിയാം, എനിക്ക് നിങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ ഒരാണിനും പെണ്ണിനും ജോലി വേണം. ഒരു കുടുംബം പോറ്റണമെങ്കിൽ ഒരാണിനും പെണ്ണിനും ജോലി വേണം. അതുണ്ടായിട്ടും ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പം പരസ്പരം മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിച്ചു പോയില്ലെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മിക്ക വീടുകളിലും പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ ജോലിക്ക് പോത്തുമില്ല, എന്നാൽ ഭാര്യയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നാൽ അവരായിരിക്കും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന വരുമാനം എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരുമ്പം എന്നിട്ടും അവർ കുറ്റപ്പെടുത്തലുകളുടെ അങ്ങേയറ്റമായിരിക്കും. എന്തിനാണ് ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് പല ഇതുണ്ട്, എന്ത് പറഞ്ഞാലും സ്ത്രീകളെ സപ്പോർട്ട്, അങ്ങനല്ല. ഇത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ, പലരും അനുഭവിക്കുന്ന കാര്യമാണ്. ആണുങ്ങൾക്ക് ഇപ്പോഴും അവർക്ക് സൂര്യൻ ഉദിച്ചിട്ടില്ലെന്ന് പറയാം. ആ ഒരു മൈൻഡിലാണ് ആണുങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. കാര്യം അവരുടെ കീഴിലാണ്, അവരുടെ അടിമയാണ് സ്ത്രീ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചിന്തിക്കുന്ന ആണുങ്ങളുണ്ട്.